ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അടുത്തിടെ അറസ്റ്റ് ചെയ്ത ലഷ്കർ-ഇ-തോയ്ബ ഭീകരനായ ഷബീർ അഹമ്മദ് ലോൺ കളിച്ച കളിച്ചില്ലറയല്ല. പാകിസ്ഥാൻ ISIക്ക് ഇയാൾ ഭാരതക്ഷേത്ര ദൃശ്യങ്ങൾ ചോർത്തിക്കൊടുത്തതായ വിവരങ്ങൾ പുറത്ത്. ഇന്ത്യയിൽ ഭീകര ആക്രമണങ്ങൾക്കാണ് ISIയുടെ നിഴൽ ഗ്രൂപ്പായി അറിയപ്പെടുന്ന ഷഹസാദ് ഭട്ടി ശൃംഖല ലക്ഷ്യം വെച്ചത്. ഭീകരർ ലക്ഷ്യമിട്ട ക്ഷേത്രപ്രദേശങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് സൈന്യം. ദില്ലി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ ഉത്തർപ്രദേശ് ATSന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനകളിലാണ് ഈ ഗൂഢാലോചന കണ്ടെത്തിയത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ISIയുമായി ബന്ധമുള്ള അധോലോക കുറ്റവാളിയും ഭീകരവാദിയുമാണ് ഷഹസാദ് ഭട്ടി. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹി NCR പഞ്ചാബ് മേഖലകളിൽ ടാർഗറ്റ് കില്ലിംഗുകൾ, ഗ്രനേഡ് ആക്രമണങ്ങൾ, ആയുധ മയക്കുമരുന്ന് കടത്ത് എന്നിവ ആസൂത്രണം ചെയ്യുന്നതിൽ ഇയാൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ISI ബന്ധവും ഭീകരപ്രവർത്തനവും കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് എൻക്രിപ്റ്റഡ് പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും ഇയാൾ ഇന്ത്യയിലെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും അവരെ കൊണ്ട് ക്രിമിനൽ കൃത്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യുന്നു. ഗുണ്ടാ സംഘവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ ലോറൻസ് ബിഷ്ണോയ് സംഘവുമായി ബന്ധമുള്ള ഇയാൾ ആ സംഘത്തിന് പാകിസ്ഥാനിൽ അഭയം നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പഞ്ചാബിലെ ഗുരുദാസ്പൂർ സ്ഫോടനം ഉൾപ്പെടെയുള്ള പല സംഭവങ്ങളും ഷഹസാദ് ഭട്ടിക്ക് പങ്കുണ്ടെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന പലരെയും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും പഞ്ചാബ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം വഴിയുള്ള റിക്രൂട്ട്മെന്റ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് യുവാക്കളെ ആകർഷിച്ച് പണം വാഗ്ദാനം ചെയ്ത് ഭീകര പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടുകയാണ് ഇയാളുടെ രീതി. പോർച്ചുഗലിലെ ആക്രമണവുമായി ഇയാൾക്കുള്ള ബന്ധം. പോർച്ചുഗലിൽ വെച്ച് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന്റെ കൂട്ടാളികൾ ഏറ്റെടുത്തു എന്നാണ് ഫെബ്രുവരിയിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായും ഷഹസാദ് ഭട്ടി മോഡ്യൂളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അടുത്തിടെ അറസ്റ്റ് ചെയ്ത ലഷ്കർ-ഇ-തോയ്ബ ഭീകരനായ ഷബീർ അഹമ്മദ് ലോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകരവാദി നേതാക്കളുടെ നിർദ്ദേശാനുസരണം ഇയാൾ ഡൽഹിയിലെ പല പ്രധാന കേന്ദ്രങ്ങളിലും നിരീക്ഷണം നടത്തിയിരുന്നു. ഡൽഹിയിലെ പ്രശസ്തമായ കൽക്കാജി ക്ഷേത്രം, ലോട്ടസ് ടെമ്പിൾ, ഛത്തർപൂർ ക്ഷേത്രം എന്നിവയായിരുന്നു ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നത്. ഈ ക്ഷേത്രങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി പാകിസ്ഥാനിലെ ചില കേന്ദ്രങ്ങളിലേക്ക് അയച്ചു നൽകിയതായും ഡൽഹി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹി ചണ്ഡീഗഡ് ദേശീയപാതയിലെ പ്രശസ്തമായ ഭക്ഷണശാല കേന്ദ്രമായ മുർത്താലിലെ ധാബകളും ഭീകരർ ലക്ഷ്യം വെച്ചിരുന്നു. ധാരാളം ആളുകൾ ഒത്തുകൂടുന്ന ഇടം എന്ന നിലയിലാണ് ഇവിടം തിരഞ്ഞെടുത്തത്. കൂടാതെ കൊണാട്ട് പ്ലേസ്, പഹാഡ്ഗഞ്ച് തുടങ്ങിയ ജനത്തിരക്കേറിയ വിപണികളും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ISIയുടെ നിഴൽ ഗ്രൂപ്പായി അറിയപ്പെടുന്ന ഷഹസാദ് ഭട്ടി ശൃംഖലയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം വ്യാപകമാക്കുകയും ഭീകരർ ലക്ഷ്യമിട്ട പ്രദേശങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഭീകര പ്രവർത്തനങ്ങളിൽ ഭട്ടിയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് വർഷങ്ങളായി NIAയുടെയും ദില്ലി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെയും നിരീക്ഷണത്തിലാണ് ഷഹസാദ് ഭട്ടി. പാകിസ്ഥാന്റെ ISIക്ക് വേണ്ടി ഒരു പ്രോക്സി നെറ്റ്വർക്ക് നടത്തുന്നതായി അറിയപ്പെടുന്ന ഭട്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റിലൂടെയും അതിർത്തി കടന്നുള്ള തീവ്രവാദ മോഡ്യൂൾ വഴിയും ഇന്ത്യയിൽ തന്റെ നെറ്റ്വർക്ക് വികസിപ്പിക്കുകയാണ്. ഭീകരവാദ ധനസഹായത്തിന് ഒന്നിലധികം രാജ്യങ്ങളിൽ മയക്കുമരുന്ന് ഭീകര ശൃംഖലയും ഇയാൾക്കുണ്ട്. ജയിലിലുള്ള ഗുണ്ടാ സംഘം ലോറൻസ് ബിഷ്ണോയുമായും ഭട്ടിക്ക് ബന്ധമുണ്ട്. ബിഷ്ണോയ് അവകാശപ്പെട്ടതുപോലെ ഭട്ടി നേരത്തെ ബിഷ്ണോയെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് ആരോപിക്കപ്പെടുന്നു. എന്നാൽ 2026 ഫെബ്രുവരിയിൽ പോർച്ചുഗലിൽ വെച്ച് ഭട്ടിയെ ആക്രമിച്ചതായും അവിടെ അടുത്ത തവണ രക്ഷപ്പെടില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.